സുഹൃത്തുക്കളെ, ഈ റോഡ് സുരക്ഷാ പരിശീലനം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. സാധാരണഗതിയിൽ വളരെ കഷ്ടപ്പെട്ട് അവരെ സന്തോഷിപ്പിച്ച് വിടാറുണ്ട്. ഒന്ന്, കുറച്ചൊക്കെ രസകരമായി ക്ലാസ് എടുക്കുകയും ആ ക്ലാസ്സിലൂടെ അവർക്ക് പ്രയോജനം ലഭിച്ചു എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യാറുണ്ട്. സാധാരണ എന്തിനാണ് ഈ ക്ലാസ് എടുക്കുന്നത് ചോദിച്ചാൽ 2-3 കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ ക്ലാസ് എടുക്കാറുണ്ട്. സ്വന്തം പേര് വളരാൻ, മറ്റുള്ളവരുടെ മുകളിൽ ഒരു അധീശത്വം കാണിക്കാൻ. അത് പവർ മോട്ടീവ് എന്ന് പറയും. മറ്റുള്ളവരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കാൻ ക്ലാസ് എടുക്കലൊരു സുഖം. ആ സ്വഭാവമുള്ള ആൾക്കാർ ക്ലാസ് എടുക്കലിന് ഇറങ്ങിത്തിരിക്കും, അതിനുള്ള കഴിവുണ്ടാക്കും, അതിനുള്ള വിഷയം പഠിക്കും. എല്ലാവരും വിളിക്കത്തക്ക വിധത്തിൽ അതിന് വേണ്ട മാനിപ്പുലേഷൻ നടത്തിയിട്ട് ക്ലാസ്സിൽ പോവുകയും കുറേ ക്ലാസ് എടുക്കുമ്പോൾ അയക്കൊരു സുഖം. കഴുത കരഞ്ഞു തീർക്കുന്നു പറഞ്ഞാൽ പലർക്കും പല സുഖമാണ്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതും ഈ തരത്തിലൊക്കെയാണ്. പക്ഷേ ഇതെൻ്റെ നിയോഗമാണ്. കാരണം റോഡ് സേഫ്റ്റി പ്രവർത്തനം എൻ്റെ നിയോഗമാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഇത്രമാത്രം റോഡ് അപകടങ്ങളില്ല. ലോകത്തൊരു രാജ്യത്തും ഇല്ല ഇത്രമാത്രം റോഡ് അപകടങ്ങൾ, ഇത്രമാത്രം മരണമില്ല. ഒരു വർഷത്തിൽ 1,40,40,000 അടുത്ത ആൾക്കാരാണ് നമ്മളെ ഇന്ത്യയിൽ മരിക്കുന്നത്. നമ്മളെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സകലമാന പ്രൊഡക്ഷൻ്റെയും, നമ്മൾ കൃഷി ചെയ്തോ പാലുൽപാദിച്ചോ എന്ത് ചെയ്തുണ്ടാക്കുന്ന മൊത്തം ഉൽപാദന GDP എന്ന് പറയും. മൊത്തം നമ്മളുടെ ഉൽപാദനം, ആ ഉൽപാദനത്തിൻ്റെ 3% നമ്മൾ അപകടത്തിലൂടെ നഷ്ടപ്പെടുത്തുകയാണ്. റോഡ് അപകടം കുറഞ്ഞാൽ 1% കുറഞ്ഞാൽ ഈ രാജ്യത്തെ 10% പാവങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മൾ ഒരു വർഷത്തിൽ നമ്മളെ GDPയുടെ 3%, GDP എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മളെ രാജ്യത്തിൻ്റെ ഉൽപാദനം, അത് റോഡ് അപകടത്തിലൂടെ പോകുന്നു. 1.5 ലക്ഷം പേര് മരിക്കുമ്പോൾ, 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് പേര് മരിക്കുമ്പോൾ ഏകദേശം 4.5 ലക്ഷം പേര് ഒന്നിനും കഴിയാത്ത വിധത്തിൽ വീഴുന്നുണ്ട്. നട്ടെല്ല് തകർന്നിട്ടും ജീവിക്കാൻ പറ്റാത്ത വിധത്തിലും. അപ്പൊ 7 ലക്ഷം പേര്, അതായത് നമ്മളുടെ ഒരു പാർലമെന്റ് നിയോജകമണ്ഡലം എവരി ഇയർ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല, മരിച്ചു പോയ കുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ആൾക്കാർക്ക് ആ ബാധ്യത. പക്ഷേ ഈ 4.5 ലക്ഷം പേര് ചിലപ്പോൾ 10-20 കൊല്ലം പാവപ്പെട്ട ഒരു കുടുംബത്തിന് ബാധ്യതയായി മാറുകയാണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു 10-20 കൊല്ലം പായയില് നമുക്ക് മലമൂത്ര വിസർജനം പോലും നടത്താൻ പറ്റാത്ത, സ്വന്തമായി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നത്. അങ്ങനത്തെ നിങ്ങളെ സ്റ്റാൻഡിൽ 2-3 പേര് കാണും. മറന്നു പോയിട്ടുണ്ടാവും. നമ്മളെ ആക്സിഡന്റ് ആയ ദിവസം പോവും ആശുപത്രിയിൽ, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കും. അത്രയ്ക്ക് രൂക്ഷമാണ് നമ്മളെ റോഡ് അപകടങ്ങളുടെ സ്ഥിതി. ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത വിധം റോഡ് അപകടങ്ങൾ മാരകമായി നമ്മളുടെ സമൂഹത്തിന്റെ ജീവിതത്തിനെ മൊത്തം തകർത്തടിച്ചിട്ടുണ്ട്. ടൂറിസത്തിന് അതാണ് ബാധിക്കുന്നത്. ഒരാൾ ഇന്ത്യയിലേക്ക് വരില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാ. എന്തൊരു സ്വച്ഛന്ത യാത്രയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം നമ്മളുടെ ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ME പോകുന്നുണ്ട് ബെൽജിയത്തിലേക്ക്. ഞാൻ പറഞ്ഞു, നീ പാലക്കാട് ടൗണിൽ ഇറങ്ങിയാൽ അനുഭവപ്പെടുന്ന ടെൻഷൻ്റെ 1000-1 പോലും ബ്രസൽസിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല. വിമാനം ചെന്ന് ഇറങ്ങിയിട്ട് നേരെ കയറുക, മെയിൻ ലിഫ്റ്റിലേക്ക് പോവുക, 2ാമത്തെ നിലയിലേക്ക് സ്വിച്ച് ഇടുക. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. വിമാനത്താവളത്തിൻ്റെ അടിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ. 3ാമത്തിലേക്ക് പോയ ബസ് സ്റ്റാൻഡ്. ബസ് ഹാസൽട്ടിലേക്കില്ല, ഈ പോകേണ്ട സ്ഥലത്തേക്കില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് 14 യൂറോ നല്ല ദിവസങ്ങളിൽ, നല്ല ദിവസവും ചീത്ത ദിവസങ്ങളിലും, അതായത് പല ദിവസങ്ങളിലും പല റേറ്റാണ്. മാക്സിമം 14 അല്ലെങ്കിൽ 12 യൂറോ കൊടുക്കുക. അത് അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. അയാൾക്ക് സ്കോളർഷിപ്പായിട്ട് അയാൾ പോകുന്നത്. നേരെ ട്രെയിനിൽ കയറുക, ട്രെയിൻ മാറി കയറേണ്ട ട്രെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ അത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മളെ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി കയറണം. അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ട് മാറി കൃത്യമായി കയറി പോവുക. 2 മിനിറ്റിൽ കൂടുതലൊന്നും ഒരു സ്റ്റേഷനിൽ നിൽക്കില്ല വലിയ ട്രെയിനുകളൊന്നും. ജസ്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോയി നിർത്തും. എവിടെയാണ് നിർത്തിയതെന്ന് അറിയാൻ പറ്റും. ബോർഡ് കൃത്യമായിട്ടുണ്ടാവും. ഏത് ട്രെയിനാണ്, ഏത് സീറ്റാണ്, ആ കമ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ വേണ്ട. നമ്മൾ അതേസമയം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിന് കയറി കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ നമ്മൾ ഓടുന്ന ഓട്ടം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ ദിവസം ഓടുന്നതല്ലേ? ഏത് കമ്പാർട്ട്മെൻറ്റിലാന്ന്, ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയില്ല, ഏത് ട്രെയിനറിലെ എപ്പോഴാണ് വരിക എന്നറിയില്ല, ഒന്നും. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കും. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കും, കൃത്യമായിരിക്കും. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. അത് കഴിഞ്ഞാൽ ഹാസൽട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്നാണ് എല്ലാവരും പോകുന്നത്. സായിപ്പന്മാർ ആരും ടാക്സി വിളിക്കില്ല. വേണമെങ്കിൽ 7 യൂറോ 500 രൂപ മാക്സിമം കൊടുത്താൽ മെഴ്സഡീസ് ബെൻസ് കാറിൽ നമ്മളുടെ പെട്ടിയൊക്കെ എടുത്തു വെച്ച് നമ്മളോട് വളരെ സ്നേഹമായി പെരുമാറി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി തരും. നമ്മളിവിടുത്തെ മാതിരിയല്ല, ഒരു ശത്രുവിനെ കാണുന്ന മാതിരിയല്ല ടാക്സി ഡ്രൈവർ നിൽക്കുക. ഞാൻ ആസ്ട്രേലിയ പല രാജ്യങ്ങളും പോകുമ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട് എൻ്റെ നാടിന് എന്ത് പറ്റിയെന്ന്. ഒരു ടാക്സി വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു ടാക്സിക്കാരൻ വന്നതാ, 100 രൂപ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വണ്ടിയിലായിരുന്നു രാവിലെ പോരാൻ. ഞാൻ ഇവിടുന്ന് ഗണേശ് വന്നാൽ, കാരണം എനിക്കൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഡ്രൈവറേറ്റ്. ആ ഡ്രൈവർ എന്നോട് പ്രാവശ്യം മോശമായിട്ട് പെരുമാറിയതാ.
അദ്ദേഹം മോശമായതല്ല പ്രശ്നം. എന്നോട് ഒരു പരിധി വിട്ട് മോശമായി പെരുമാറി കഴിഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ശരിക്കും മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഞാൻ ആദ്യം ബസ്സിലെ പണിക്കാരനായിരുന്നു. അപ്പോൾ അറിയാതെ നമ്മൾ ഈ RTO മറക്കും, PhD മറക്കും, LLB മറക്കും, BA മറക്കും, MA മറക്കും, ഒക്കെ മറക്കും. പെട്ടെന്ന് നമ്മൾ അതായിപ്പോയാൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ആ ഡ്രൈവറെ കൂടെ യാത്ര ചെയ്യേണ്ടാൻ തീരുമാനിച്ച് ഞാൻ 100 രൂപ സ്നേഹപൂർവ്വം കൊടുത്തിട്ട് അയാളെ മടക്കി വിട്ടിട്ട് പോകുന്നു. കാരണം 100 രൂപയെ പോകുന്നുള്ളൂ. അതേസമയം ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ടാക്സി ഡ്രൈവറും RTO തമ്മിൽ അത് രണ്ടും മാച്ച് ആവില്ല. ഇതേ ടാക്സി ഡ്രൈവറെയും കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം എറണാകുളം പോയിട്ട് AK ആന്റണി സാറ് വന്ന് നിൽക്കുന്നുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. എന്നെ കൊണ്ടുപോയിട്ട് അയാൾ കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ടു. അപ്പം അയാൾ എന്നെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്നെ ആദരിക്കുക ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ ഇടാൻ പാടില്ല, മുന്നോട്ടാക്കി ആ കാർ ഷെഡിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ ഇറക്കിയാൽ മതി, ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു എന്നോട്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ കാർ ഷെഡിൽ വലിയ വലിയ VIPs വന്ന് ഇറങ്ങാനുള്ളതാണ്. അവിടെ RTO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആളായിരിക്കും, പക്ഷെ അവിടെ നമ്മളെല്ലാം വലുതെന്ന് പറയുന്നത് ചില ഘട്ടത്തിലെത്തുമ്പോൾ ചെറുതായി പോകും അല്ലേ. നമ്മൾ അച്ഛനാണ് വീട്ടിൽ, നമ്മളെ അച്ഛൻ വന്നാൽ നമ്മളവിടെ ചെറുതായില്ലേ അല്ലേ. നമ്മളെ കുട്ടിൻ്റെ മുമ്പിൽ നമ്മളെ വീട്ടിലെ നാഥനാണ്, ഭാര്യൻ്റെ മുമ്പിൽ വലിയ ആളാണ്. നമ്മളെ അച്ഛൻ ആ വീട്ടിലേക്ക് അന്ന് വിരുന്ന് വന്നു. ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടുള്ളൂ, എനിക്കൊന്നും അത് കിട്ടിയില്ല. നമ്മളെ അച്ഛൻ വീട്ടിലേക്ക് ഒരു ദിവസം 2 ദിവസം താമസിച്ചളയെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയായില്ലേ. അതേപോലെ തന്നെ RTO അത്രയും വലിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒന്നുമല്ലാതാകുന്ന ഘട്ടങ്ങളുണ്ട്. അതൊരു സത്യം മാത്രമാണ്. അപ്പോൾ ടാക്സി ഡ്രൈവറോട് ഒരു RTO പറയണം, നീ അങ്ങോട്ട് മുന്നോട്ട് ഇറക്കി ആ കോർണറിൽ കൊണ്ട് ഇറക്കിയാൽ മതി. കാരണം നമ്മൾ സർക്കാർ സർവീസിലൊക്കെ പറഞ്ഞാൽ നമ്മളെ പഴയ ചാതുർവർണ്യമാതിരിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ വലുതും ചെറുതും ഇങ്ങനെ വരും. അപ്പം ചെറുതാവുന്ന അവസരത്തിൽ അതിനനുസരിച്ച് പെരുമാറിയാൽ പറ്റുന്നിടത്ത് വലുതാകാനേ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് പറയുന്നതാണ്, അല്ല നിങ്ങൾ ഇവിടെ ഇറങ്ങിയേക്കെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ധിക്കാരപരമായി പെരുമാറുന്ന ആൾക്കാർ പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സൗമ്യരും മര്യാദക്കാരും മാന്യന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് പാലക്കാട്. കാസർഗോഡ് മോശമല്ല, കണ്ണൂർ, ഇവിടെയൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് അവിടെ കുറച്ച് നിങ്ങളെ മാതിരിയല്ല കത്തിയെടുക്കുന്നവരാണ്. പക്ഷേ ഈ പാലക്കാട്ടുകാർ വളരെ സോഫ്റ്റും വളരെ സൗമ്യരുമാണ്. അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്ര സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല. എനിവേ, ഞങ്ങൾ ഈ ട്രെയിനിങ് നടത്തുമ്പോൾ ടാക്സി ഡ്രൈവേഴ്സിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ടാക്സി ഡ്രൈവേഴ്സിനൊരു വിഷമമുണ്ട്. ഞങ്ങളെക്കാൾ മോശമായ എത്രയോ ഡ്രൈവേഴ്സ് ഉണ്ട് പുറത്ത് അല്ലേ. നിങ്ങളെക്കാൾ മോശമായ ഡ്രൈവേഴ്സ് ഇല്ലേ പുറത്ത്. ശരിക്കും വണ്ടി ഒന്ന് തിരിക്കാൻ അറിയാത്ത ആൾക്കാരെ നിങ്ങൾ ഈ ചുറ്റുവട്ടം കാണാറില്ലേ. പലപ്പോഴും അവർ ചെറിയ റോഡ് പോയിട്ട് തിരിക്കണമെങ്കിൽ നിങ്ങൾ ആരുടെയും സഹായം വേണ്ടി വരൂലേ. നല്ല മാന്യമായി അവർ കടന്ന് ബുദ്ധിമുട്ടുമ്പോൾ ചിലർ നോക്കി ഒന്ന് ചിരിക്കും. സാധാരണ മര്യാദക്കാരാണെങ്കിൽ പോയിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കും, അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. വക്കീൽ, ഡോക്ടർ, എഞ്ചിനീയർ, എന്തിന് വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിനെ കൊണ്ട് നല്ലൊരു ഇടവഴിയിൽ ഇട്ടിട്ട് തിരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായോ. ഒരു ട്രാക്ടർ ട്രെയിലർ കൊടുത്താൽ മിക്ക RTOമാരും ഞാൻ ഉൾപ്പെടെ ആരും റിവേഴ്സ് ചെയ്തൊരു റോഡിലൂടെ എടുക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെക്കാളേറെ ഡ്രൈവിംഗ് അറിയാം. നിങ്ങളുടെ ഡ്രൈവിംഗ് ഞങ്ങളെക്കാൾ എത്രയോ പെർഫെക്റ്റ് ആണ്. മനസ്സിലായോ. ആരെക്കാളിലും, ഡോക്ടറെക്കാളിലും, എഞ്ചിനീയറെക്കാൾ, ജഡ്ജിനെക്കാളിലും ഒക്കെ നല്ല ഡ്രൈവിംഗാണ്. പിന്നെ എന്തിനാണ് നിങ്ങളെ ട്രെയിനിങ്ങിന് വിടുന്നത്? നമ്മൾ ഇപ്പൊ സ്ഥിരം കേൾക്കാറില്ലേ, എന്നിട്ടെന്റെ കുഞ്ഞിപ്പെണ്ണ എന്നുള്ള പാട്ട് അല്ലേ. കുഞ്ഞിപ്പെണ്ണ് സുന്ദരിയാണെങ്കിലും കെട്ടിച്ചു പോകുന്നില്ല. എന്താ കാരണം? അവൾ തന്നെ പറയുന്നുണ്ടല്ലേ, തോടയും കുന്തൊന്നുമില്ല എന്നാ പറയുന്നത്. അതേമാതിരി ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിലേക്കാണ് ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്ന്, സാധാരണ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വണ്ടി ഓടിക്കുന്നത്, ഇപ്പൊ ഞാൻ വണ്ടി കയറി എപ്പോഴാണ്? 9:30 മണിക്ക് കയറി, 10 മണിക്ക് ഇവിടെ വന്നു. ഇനി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി കയറും, അരമണിക്കൂർ കൊണ്ട് എൻ്റെ റൂം പോയി എൻ്റെ പണി തുടങ്ങും. അപ്പോൾ 1 മണിക്കൂറാണ് ഞാൻ റോട്ടിലുള്ളത് അല്ലേ. ഇൻ കേസ് ഞാൻ വണ്ടി ഓട്ടുകയാണ്, എനിക്കൊരു സ്വന്തം കാറുണ്ട്, ഞാൻ ആ വണ്ടി ഓട്ടി വരികയാണെങ്കിൽ 1 മണിക്കൂറാണ് ഞാൻ വണ്ടി ഓട്ടുന്നത്. നിങ്ങളോ? നിങ്ങൾ രാവിലെ മിക്കവാറും 6 മണിക്ക് 7 മണിക്ക് വണ്ടി ഓട്ടാൻ തുടങ്ങും അല്ലേ. അത് കഴിഞ്ഞ് രാത്രി 9 മണി വരെ വണ്ടി ഓട്ടുന്നവരാണ് അധിക പേരും. ബസ്സൊക്കെ ആണെച്ചെങ്കിൽ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 9 മണി വരെ ബസ് ഓടിക്കൊണ്ടിരിക്കും അല്ലേ. ഈ സമയത്ത് മുഴുവൻ ബസ് ഡ്രൈവർ എവിടെ ഇരിക്കുന്നത്? ഈ വണ്ടിയും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മരണത്തിന്റെ മുമ്പിലല്ലേ റോട്ടിലിരിക്കുന്നത്. അപ്പൊ അയാൾ രാവിലെ 6 തൊട്ട് രാത്രി 9 മണി വരെ മരണത്തിന് മുമ്പിൽ. ഞാൻ അതേ മരണത്തിന് മുമ്പിൽ നിൽക്കുന്നത് വെറും 1 മണിക്കൂർ. അദ്ദേഹം നിൽക്കുന്നത് 12, 13, 14 മണിക്കൂർ. അപ്പൊ മരണസാധ്യത, അപകട സാധ്യത എത്ര കൂടുതലാണ് പ്രൈവറ്റ് ഡ്രൈവേഴ്സിനെ അപേക്ഷിച്ച് ഒരു ടാക്സി ഡ്രൈവർക്ക്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവര് ഒരു വർഷം കൊണ്ട് നേരിടുന്ന അപകട സാധ്യതനെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നേരിടുന്നുണ്ട്. ശരിയല്ലേ? 2, ഈ പറഞ്ഞ വിഭാഗമൊക്കെ ഉണ്ടല്ലോ, അവരെ കഴിവുകൊണ്ടൊന്നല്ല, എന്തോ ഭാഗ്യം കൊണ്ടാണ് RTO ആവുന്നതും കളക്ടർ ആവുന്നതും ജഡ്ജി ആവുന്നതും. അതിനേക്കാൾ കഴിവുള്ള കുട്ടികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ സമയമോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു പാളിച്ച കൊണ്ടോ അവർ ടാക്സി ഡ്രൈവർ ആവുമ്പോൾ മറ്റവൻ RTO ആവുന്നതിനുള്ള വേറെ വ്യത്യാസമൊന്നുമില്ല. പലപ്പോഴും ഈ പറഞ്ഞ പല പോസ്റ്റിൽ ഇരിക്കുന്നവരെക്കാൾ എത്രയോ മിടുക്കന്മാർ പുറത്തിരിക്കുന്നവരാ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ടാക്സി ഡ്രൈവർക്ക് ഒരു അപകടം പറ്റിയിട്ട് അയാളെ കൊണ്ടുപോവുക ഏത് ആശുപത്രിക്കാ? നിങ്ങൾക്കൊരു അപകടം പറ്റിയ ഏത് ആശുപത്രി കൊണ്ടോ? എൻ്റെ കുട്ടികളും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടി പോകുന്ന വഴിയിൽ മാരകമായ അപകടം പറ്റി കുട്ടികളെയും ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെയും ജനങ്ങൾ കൊണ്ടുപോയി എടുത്തിട്ടത് മഞ്ചേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ്. അവിടെ സ്ട്രെച്ചർ കൊണ്ടുപോകാൻ വഴി പോലും ഇല്ല. സ്ട്രെച്ചർ ഏറ്റണം. പിന്നെ സ്ട്രെച്ചറല്ല, ഈ വീൽ ചെയർ ചില സ്ഥലത്തൊക്കെ സ്റ്റെപ്പാണ്, അവിടെ ഏറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്.
നല്ല ആരോഗ്യം വലുപ്പമുള്ള കുട്ടികളെയൊക്കെ വീൽ ചെയറിൽ ഏറ്റണമെങ്കിൽ 4 പേര് വേണ്ടി വരും. ചികിത്സ അല്ല, നിറയെ ആൾക്കാർ, രോഗികൾ. അവസാനം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുഖം ഇങ്ങനെ പൊളിഞ്ഞു പോന്നിരുന്നു. എന്നിട്ട് അവർ വെച്ചിട്ട് ചുമ്മാ വേസ്റ്റായിട്ട് തുന്നിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്തൊരു വികൃത രൂപം എന്നറിയോ. എൻ്റെ കുട്ടികളിൽ ഒരാൾക്ക് മകന് മാരകമായ പരിക്കായിരുന്നു. ഈ താടിയിലൊക്കെ പൊട്ടി താഴോട്ട് പോന്നിരുന്നു. രമേശൻ നാരായണ ആ ഓട്ടോറിക്ഷ ഇൻസ്പെക്ട് ചെയ്താവാൻ പറഞ്ഞുള്ള ആ കുട്ടികളെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ്. ഓട്ടോറിക്ഷ പൊടിഞ്ഞു പോയിരുന്നു. ഒരു ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ കാർ ഓട്ടി വന്നിട്ട് മൊബൈലും വിളിച്ച് വന്നിട്ട് പെട്ടെന്ന് യൂ ടേൺ ഇട്ടിട്ട് ഈ ഓട്ടോറിക്ഷ ഇടിച്ച് തകർത്തിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റും തകർത്തിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. മനസ്സിലായോ? അത് ആ ആക്സിഡന്റിനെ പറ്റി അത് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു എളാപ്പ പറഞ്ഞൊരു കഥ പറയാറുണ്ട്. ഇത് എളാപ്പ നടന്നു പോകുക, നല്ല പ്രായമുള്ള ആളാണ്, ഫാദറിന്റെ അനിയനാണ്, നല്ല ദേഷ്യക്കാരനാണ്. മനസ്സിലായി? അദ്ദേഹത്തിന്റെ അത്രയൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ആർ ടി ഓഫീസറൊക്കെ ഒരുവിധം തീർന്നു പോയേനെ. അപ്പൊ ഈ അദ്ദേഹം വരുമ്പോൾ ആൾക്കാരൊക്കെ പേടിച്ച് നിൽക്കുക. എന്താ കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് വയസ്സുകാലത്ത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ഒരു ഇറക്കത്തിൽ സൈക്കിൾ ഇറങ്ങി വരിക. കുട്ടി ചെറിയ കുഞ്ഞു കുട്ടി വലിയ സൈക്കിളുമല്ല. എന്നിട്ട് ആ ഓർമ്മ ഉണ്ടോ, നമ്മളിങ്ങനെ തട്ടിവിടും, പെടലിങ്ങനെ തട്ടി വിട്ടിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ വലിയ വണ്ടി ഓടിക്കും, ചില വില്ലൻ കുട്ടികൾ. ഇവങ്ങനെ ഓട്ടി വരുമ്പോൾ ഇവൻ ഇവന്റെ വാപ്പ അടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് പാവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂഡൽ ഗ്രാമമാണത്. അവിടെ പാവങ്ങളൊക്കെ ഇവരെയൊക്കെ പേടിച്ചിട്ടാണ് ജീവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓവർ ബഹുമാനം കാണിക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ ഈ ഇങ്ങനെ നിൽക്കുന്ന ഇവരൊക്കെ ഇപ്പോൾ ഈ കുട്ടീനെ തല്ലുമല്ലോ, എന്താ ചെയ്യുക, തടുക്കാനും കൂടി പറ്റില്ല. ഒന്ന് തടുക്കാൻ ചെന്നാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വാപ്പാനെ കണ്ടിട്ടില്ല. തൊട്ടടുത്തുനിന്ന് വാപ്പാനെ കാണുന്നു. കണ്ടതും കുട്ടി എന്താ ഇയാൾ ചെയ്യുന്ന വെച്ചാൽ ഈ കുട്ടി വരുന്നുണ്ടപ്പോൾ ഇയാൾ പേടിച്ചിട്ട് കല്ലട്ടിയുടെ മുകളിലാണ് കയറി എന്നുള്ളത്. വാപ്പ മകനെ പേടിച്ചിട്ട് ഈ റോഡിൽ പണിക്ക് നിർത്തിയ കല്ല് നമ്മളെ ഈ ബോളർ ഇറക്കുമല്ലോ, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക. കുട്ടി പേടിച്ചിട്ട് ആ ബോളറിന്റെ മുകളിൽ കയറിയിട്ട് വാപ്പാനെ അടിച്ചിട്ട് താഴത്തേക്ക് എടുത്തിട്ടു. ഓർക്കുന്നുണ്ട്, നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേലും കുറുക്കനെ കണ്ടില്ലേ, കുറുക്കനൊന്ന് പല്ലടിച്ച് കഴിഞ്ഞാൽ കോഴി നേരെ താഴോട്ട് വീഴുന്ന പോലെ കുട്ടി പേടിച്ചിട്ട് ഇയാൾ അതിന്റെ മുകളിൽ കയറി ഇടിച്ച് താഴോട്ട് ഇട്ടു. അന്ന് ഞങ്ങൾ എളാപ്പ പറഞ്ഞൊരു കഥ ഉണ്ട്. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഊർച്ച കഴിഞ്ഞ പാടത്ത് കൂടി ഓടിയിട്ട് അക്കരം വെള്ള കൊടപ്പനമ്മ കയറേണ്ടിയിരുന്നു. മനസ്സിലായോ പറഞ്ഞത്? ഇവനെ കണ്ടിട്ട് കല്ലട്ടിമ കയറിയത് ശരിയായില്ല എന്നും ഇവന്റെ അടുത്ത് രക്ഷ കിട്ടണമെങ്കിൽ ഊർച്ച എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മൾ ഉഴുതിട്ടിരിക്കുന്ന പാടല്ലേ, നമ്മൾ ശരിക്ക് കട്ട അടിച്ചിട്ടുള്ള ശരിക്കും വെള്ളമൊക്കെ അടിച്ച് ശരിക്കും നാറ് നിറാൻ കണക്കാക്കിയിട്ടുള്ള പാടത്തിനെയാണ് ഞങ്ങൾ അവിടെ ഊർച്ച കഴിഞ്ഞ പാടം എന്ന് പറയാ. ഊർച്ച കഴിഞ്ഞ പാടത്ത് കൂടി ഓടിയിട്ട് അക്കരം വെള്ള കൊടപ്പനമ്മ കയറേണ്ടിയിരുന്നു. കാരണം അത്രയ്ക്ക് ഡേഞ്ചറസ് അവരൊക്കെ എന്നാ പറഞ്ഞു വരുന്നത്. ഇത് നാട്ടിലെല്ലാവരും തമാശയായിട്ട് കളിയാക്കി ചിരിക്കുക. മലപ്പുറം സ്ലാങ്ങിൽ പറഞ്ഞാൽ അത് അവിടുത്തെ എല്ലാവർക്കും അറിയും ചെയ്യാം. ആ കുട്ടി ഇപ്പോൾ വലിയ കുട്ടിയായി. അവൻ നിലമ്പൂർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഇപ്പോൾ സർജനാണ്. പക്ഷെ ഇവനെ കളിയാക്കിയോണ്ട് എല്ലാവരും എപ്പോഴും പറയും ഞങ്ങൾക്കതൊരു തമാശയായിരുന്നു. എല്ലാവരും കളിയാക്കുന്ന ആൾക്കാരാണ് ഈ ഗ്രാമത്തിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മളെ നാട്ടിലെ വാഹനങ്ങളെ കണ്ടാൽ ജീവനിൽ കൊതിയുള്ളവൻ ഓടി ഒളിച്ച് എവിടെ എത്തണം എന്നറിയോ? ഊർച്ച കഴിഞ്ഞ പാടവും കഴിഞ്ഞിട്ട് ഏതെങ്കിലും പനമ കയറിയാൽ മാത്രം രക്ഷയുള്ളൂ. അത്രമാത്രം മോശമായിട്ടുണ്ട് നിങ്ങളുടെ ഡ്രൈവിങ്. ഈ പറഞ്ഞ പാവപ്പെട്ട ഡോക്ടർ, ഈ എൻ്റെ മക്കളും ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറും വണ്ടി ഓട്ടി വരുമ്പോൾ ഈ ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ്, ഒരു അധ്യാപകൻ്റെ മകനാണ്. അയാൾ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയതാണ്. പക്ഷെ കുട്ടി പഴിച്ചുപോയി. ഡോക്ടറായിട്ട് എന്താ പറഞ്ഞാൽ 3 മേജർ ആക്സിഡന്റ് ഉണ്ട്. 4ാമത്തത് ഉണ്ടാവുകയാണ് ചെയ്യും. മിക്കവാറും നമുക്കൊക്കെ ചെറിയ തോതിൽ പോയി കാണാൻ അവസരം കിട്ടുമെന്ന് ഞാൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും ഡേഞ്ചറസ് ആയിട്ട് ഓടിക്കുള്ളൂ, എപ്പോഴും മൊബൈൽ ഉപയോഗിച്ച് ഓടിക്കുള്ളൂ. മേജർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത ആക്സിഡന്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് ഒറ്റ യൂ ടേൺ തിരിയലും എൻ്റെ കുട്ടികളെ ഇടിച്ച് തകർത്ത് തരിപ്പണാക്കി പോയി. അന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ കൊടുത്തത് സർക്കാർ ആശുപത്രിയിലേക്കാണ്. എന്നിട്ട് തുന്നിയത് കണ്ടു കഴിഞ്ഞാൽ ശവം പോലും അതിനേക്കാൾ വൃത്തിയായിട്ട് തുന്നും മറ്റുള്ള സ്ഥലത്ത്. ഇങ്ങനെ വികൃതമായി കിടക്കുന്നത്. ജബ്ബാറുകാരനെ എൻ്റെ കൂടെ പഠിച്ച BA കാരനാണ്, അവൻ മഞ്ചേരി ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മക്കളെ മൊത്തമൊന്നുമില്ല. കാരണം ഉള്ളിലാണ് ഇത്, താടിയല് പൊട്ടിയിട്ടുണ്ട്, പരിക്കുണ്ട്. ഞാനൊന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ തലക്ക് പോയപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പം തലക്ക് പരിക്കുണ്ട്, എല്ലായിടത്തും പരിക്കുണ്ട്. മക്കളെ കൊണ്ടുപോകണം. അപ്പം ഞാൻ അവനെയും കൂടി എടുത്തോളാം പറഞ്ഞു. എൻ്റെ കൂടെ എപ്പോഴും വരുന്ന SI ഡ്രൈവർ തന്നെയാണ് അവന് ഞാൻ ഒന്നിച്ച് ബസ് പണി എടുത്തിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു അവനെയും കൂടി ജബ്ബാറിനെയും കൂടി എടുത്തോന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് ഈ കുട്ടികളെയും കൊണ്ട് മൗലാനയിൽ കൊടുന്നു. മൗലാനയിൽ കൊടുത്തിട്ട് ഈ ജബ്ബാറിനെ ചികിത്സിച്ച് ശരിക്ക് ഈ തുന്ന അറിയില്ല. അവരത് ഫുൾ കഴിച്ചെടുത്ത് രണ്ടാമത് വൃത്തിയായിട്ട് തുന്നി കഴിഞ്ഞാൽ അറിയില്ല. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് തുന്നി അറിയോ. പറഞ്ഞു വന്നെന്താ അറിയോ, ഈ കഥ പറയാനല്ല. സാധാരണ ഒരു ഡ്രൈവർക്ക് ഒരു ആക്സിഡന്റ് പറ്റിയ മൗലാനയിലെ ചികിത്സ കിട്ടുമോ? നിങ്ങൾ ഉൾപ്പെടെ സകല ആൾക്കാരെയും പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും കൊണ്ടുപോകണ എടുക്കാറിയോ? ഗവൺമെന്റ് ആശുപത്രിയിലേക്കാ. ആ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ സത്യസന്ധമായി പറഞ്ഞാൽ നല്ലൊരു ചികിത്സ കിട്ടൂല. കൃത്യമായി രോഗം മാറി പരിപൂർണ്ണ ആരോഗ്യവാനായിട്ട് സാധാരണഗതിയിൽ പുറത്തു വരാൻ പറ്റാറുമില്ല. ഞങ്ങളെ ഡ്രൈവർ സൂര്യൻ, അവൻ ആക്സിഡൻ്റായി തല പൊളിഞ്ഞു. ഒരു മോട്ടോർ സൈക്കിളേരം വന്ന് ഇടിച്ചു. ഇപ്പം അടുത്താണ് ചെക്കിങ്ങിനൊക്കെ പോയി ഇടിച്ചു. അവൻ വീണു, തല പൊട്ടി, തലക്ക് പരിക്ക് പറ്റി. ഞങ്ങൾ വളരെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് തിരിച്ചു കൊടുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ 10-60 പേരുണ്ട്.
60 പേരും ഒരു 2000-3000 റുപ്യ എടുത്ത എന്നിട്ട് തന്നെ കട 1,35,000 റുപ്യന്റെ കട ഉണ്ടെന്ന് അവർ പറയുന്നത് അവന്റെ ചികിത്സക്ക്. വലിയൊരു കമ്മ്യൂണിറ്റി, ഇത്രയും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അതൊക്കെ ശമ്പളമുള്ള ഒരു മാസത്തിൽ ഒരു 1000 റുപ്യ ചോദിക്കാൻ പറഞ്ഞാൽ ആരും തരും. എന്നിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവന് ചെവിയും കേൾക്കുന്നില്ല, മൂക്കും ഇല്ല, അതായത് സ്മെല്ല് അറിയില്ല, ചെവിയും പോയി. മനസ്സിലായോ? ആ കുട്ടി ചെറുപ്പക്കാരനാ. ഞാനൊക്കെ ആണെച്ചെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഏകദേശം അടുത്ത് തുടങ്ങി, എനിക്കൊക്കെ ഞാൻ എന്തേ പറ്റിയൊന്നും വരാല്ല. അതേസമയം ഈ പറഞ്ഞ സൂര്യൻ ചെറുപ്പക്കാരനാ, അവന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ, അവന് സ്മെല്ല് അറിയുന്നില്ല. എന്താ സ്മെല്ല് അറിയാൻ ഞാൻ അറിയോ? കൊച്ചിയിൽ സുഖമായിട്ട് ജീവിക്കാന്ന് ഞങ്ങൾ പറയാ, ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളെ മൂക്ക് പൊത്തി പിടിച്ചാണ്ട് ഭക്ഷണം കഴിച്ചു നോക്ക്, ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യണ മൂക്കിലൂടെയാ, സ്മെല്ലിലൂടെയാ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അപ്പൊ ഭക്ഷണം കുറേശ്ശെ കുറയും. അല്ലെങ്കിൽ തന്നെ സൂര്യനെ കണ്ട ഒരു ചെറിയ പെൻസിലോണ്ട് ഒരു വരവരച്ച മാതിരിയാ. ഇനിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താവും എന്നുള്ള എത്രമാത്രം സീരിയസ് ആണ് ഇതൊക്കെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട തൊഴിലാളികളാണ്. നിങ്ങൾക്ക് അന്നന്നത്തെ ശമ്പളം കൊണ്ട് അന്നന്നത്തെ വീട് കഴിയാണ്. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റോട്ടിലാണ്. ഒരു അപകടം പറ്റിയാൽ നിങ്ങളെ കൂടെ വന്ന് നിൽക്കാനുള്ളത് ആരാന്നറിയോ? നിങ്ങളുടെ അളിയന്, സഹോദരൻ, അമ്മ, പെങ്ങന്മാർ, ഇവരല്ലേ വന്ന് നിൽക്കാനുള്ളത്. പിന്നെ 2-3 സുഹൃത്തുക്കൾ, ഡ്രൈവർമാർ വന്ന് നിൽക്കും. വരൂലേ? പാവപ്പെട്ടവരാകുമ്പോ സ്നേഹം കൂടുതലായിരിക്കും, പണക്കാരന്മാരിയല്ല. പിന്നെ വൈരാഗ്യക്കാരായിരിക്കൂല, വരും. ആദ്യത്തെ ദിവസം എല്ലാവരും വരും. പിറ്റത്തെ ദിവസം അവരൊക്കെ തൊഴിലിന് പോയില്ലെങ്കിൽ അവരെ വീട്ടിൽ അരി വാങ്ങുമോ? നിങ്ങളെ സുഹൃത്തിന് ആക്സിഡന്റ് ആയി അവിടെ സ്ഥിരമായി 2 ആഴ്ച നിന്നാൽ നിങ്ങളെ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളൊന്ന് നെഞ്ഞത്ത് കഴിച്ച് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ നിർത്തിപ്പോവും. അളിയൻ നിൽക്കുന്ന അവൻ 4 ദിവസത്തിൽ കൂടുതൽ നിൽക്കുമോ? നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കുക. നിങ്ങൾ അളിയന് 4 ദിവസത്തിൽ കൂടുതൽ നിങ്ങളെ ചികിത്സിക്കാൻ നിൽക്കാൻ പറ്റുമോ? അപ്പൊ ആ വീട്ടിൽ അരി വാങ്ങൂല, അവൻ പോവും. നിങ്ങളെ ഭാര്യയാണ് കൂടെ നിൽക്കുന്നത്. ആ ഭാര്യ നിങ്ങളെ ചികിത്സിക്കാൻ അവിടെ സ്ഥിരമായി നിന്നാൽ വീട്ടിൽ വേറെ വേലക്കാരനെ വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യിക്കാൻ പറ്റുമോ? എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ഞരമ്പ് പൊട്ടിയായിരുന്നു 2-3 ആഴ്ച. നല്ല വേദനയും ബുദ്ധിമുട്ടുള്ള, അറിയോ അത് ഞരമ്പ് പൊട്ടി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് ഞരമ്പിന്റെ ഉള്ളിൽ കൂടി വരുന്നത്, നല്ല പെയിൻ ഉണ്ടാവും. ഞാൻ ആലോചിച്ച് എങ്ങനെ മാനേജ് ചെയ്യും? ഒരു പണിക്കാരെ കിട്ടാനുമില്ല, നമുക്ക് അങ്ങനെയൊന്നും പണിക്കാരെ കിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ പണം ഉണ്ടെങ്കിൽ തന്നെ ഇന്നിപ്പോ വീട്ടിലൊന്നും പണിക്കാളെ കിട്ടൂല. അപ്പൊ ആ ഭാര്യയ്ക്ക് മക്കൾക്ക് അരി വെച്ചു കൊടുക്കാൻ അവര് പോകും. പിന്നെ നിങ്ങൾ എത്രമാത്രം ദയനീയ അവസ്ഥയിലെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതേസമയം ഒരു കോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം അവന് പൈസ കൊടുത്ത് എന്തും നടത്താൻ പറ്റും. ഉദ്യോഗസ്ഥൻ മരിച്ചുപോയി, അയാളെ മക്കൾക്ക് ജോലി കിട്ടും. ഇനി അയാൾ മരിച്ചുപോയാൽ അവർക്ക് കുടുംബത്തിന് പെൻഷൻ കിട്ടും. അതേപോലെ തന്നെ ഓരോ വലിയ വിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. പാവപ്പെട്ട തൊഴിലാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ കുറെ തൊഴിലാളി പ്രവർത്തനങ്ങളുടെയും മറ്റൊക്കെ ഭാഗമായിട്ട് തൊഴിലാളി ക്ഷേമനിധി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ഉണ്ട്? ഞാനൊരു തൊഴിലാളി പ്രവർത്തകന്റെ മകനാ. തൊഴിലാളി ക്ഷേമനിധി അങ്ങനെയുള്ള ഐറ്റംസിലൂടെയൊക്കെ, ഇൻഷുറൻസിലൂടെ കിട്ടുന്ന തുച്ഛ പൈസയാണല്ലേ. മാക്സിമം 50,000 റുപ്യ അല്ലെങ്കിൽ 1,00,000 റുപ്യ, ഇതൊക്കെയാണ്. ഇന്നത്തെ ചികിത്സയ്ക്ക് 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം റുപ്യ ചെലവാ. അപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ഒരു വലിയ ബാങ്ക് മാനേജറെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ, അല്ലെങ്കിൽ ഒരു അതുപോലുള്ള ആൾക്കാർക്ക് പരിക്ക് പറ്റുന്ന പോലെയല്ല ഒരു സാധാരണക്കാരന് പരിക്ക് പറ്റിയാൽ. അവർക്ക് പരിക്ക് പറ്റിയാൽ അവരെ സഹായിക്കാൻ വരുന്ന അളിയൻ വേറൊരു കോടീശ്വരനായിരിക്കും. അവരെ കൂടെ നിൽക്കാൻ വരുന്നത് ഭാര്യയ്ക്ക് വീട്ടിൽ 2 വേലക്കാരികൾ ഉണ്ടാവും. മക്കളെ കെട്ടിച്ചതൊക്കെ പണക്കാരായിരിക്കും. അപ്പൊ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ടുള്ളതും പണക്കാരായിരിക്കും. പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബം മുഴുവൻ പാവപ്പെട്ടവരായിരിക്കും. അങ്ങനെയല്ലേ ഉണ്ടാവുക? വലിയ ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ഒരു തൊഴിലാളിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബം മുഴുവൻ തൊഴിലാളികളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വെച്ചാൽ ഈ തൊഴിലാളികൾ ക്രമേണ മാത്രമേ വളരാൻ പറ്റുള്ളൂ. ഒരു തൊഴിലാളിക്ക് ആ തൊഴിലാളിന്റെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറ്റിയ ഭാഗ്യം, അതന്നെ എത്ര കിട്ടും നമുക്കൊന്നും അറിയില്ല. ഇവരൊക്കെ വലുതായി കഴിഞ്ഞ അവസാനം ഇത് അച്ഛനല്ല വീട്ടിലെ പണിക്കാരനാന്ന് പറയുമെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. നമ്മൾ ഒരുപാട് പഠിപ്പിച്ചാലും അപകടം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പല ആൾക്കാരും TTCക്കേ വിടുള്ളൂ കുട്ടികളെ. കാരണം ആദ്യത്തെ കുട്ടികളെയൊക്കെ ഡോക്ടറാക്കി അവർ കല്യാണം കഴിച്ച് പോയാൽ പിന്നെ അവർ കാണുമ്പോൾ ഇതാരെ അത് നമ്മളെ വീടിന്റെ അടുത്തുള്ളതെന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കണം. ഇതൊന്നും ന്യായമായ ഒരു കൺസെപ്റ്റ് അല്ല, എങ്കിലും ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്രമമായ ചെറിയ വളർച്ചയെ പ്രതീക്ഷിക്കേണ്ടുള്ളൂ, അതേ സാധാരണ നടക്കുള്ളൂ, അതേ ജനറൽ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവൻ ഒരാഴ്ച കടന്നാൽ മക്കൾ സ്കൂൾ പോക്ക് നിർത്തും. എനിക്കത് നന്നായിട്ട് അറിയുന്നതാണ്. കാരണം ഞങ്ങളുടെ പിതാവിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും സ്കൂൾ പോക്ക് നിർത്തിയിട്ട് ഞങ്ങളുടെ ബിസിനസ്സിലൊക്കെ പോയി നിൽക്കുമായിരുന്നു. കടകളുണ്ടായിരുന്നു, അവിടെ പോയി പണിയെടുക്കും. എൻ്റെ ജ്യേഷ്ഠന് വളരെ കുഞ്ഞായിരുന്ന കാലത്ത് ഈ നിരപ്പല, ഈ കട എന്ന് നിരപ്പല ഉണ്ടാവുക, ഷട്ടറൊക്കെ വരുന്നതിന് മുമ്പ് ഈ നിരപ്പല പൊന്തിക്കുന്ന കാണുമ്പോൾ ആ നിരപ്പല ഒരു നിലക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ കട തുറക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു 15 വയസ്സിൽ എൻ്റെ ഫാദർ, അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്, ആക്സിഡന്റ് ആയിട്ടൊന്നുമല്ല. പക്ഷെ മരണമൊക്കെ മരണം തന്നെയാണ്. ആ മരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ തൊഴിൽ ചെയ്യേണ്ടി വന്നു. മനസ്സിലായി? ഞാൻ തൊഴിൽ ചെയ്യേണ്ടി വരുമ്പോൾ കുറെ കുട്ടികളെയും പെങ്ങന്മാരെയൊക്കെ നോക്കാൻ വരുമ്പോൾ ഞാൻ തൊഴിൽ ചെയ്യാണ്. ഞാൻ തൊഴിൽ ചെയ്യുമ്പോൾ ആ കുട്ടിക്കാലത്ത് ഞാൻ തൊഴിൽ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ, എനിക്ക് മറ്റു കുട്ടികളെ പോലെ കളിക്കാൻ സമയമല്ല, തൊഴിൽ ചെയ്യണം. അതിൻ്റെ ഇടയിൽ പഠിക്കണം, പഠിക്കാനുള്ള ആഗ്രഹവും കഴിവും ഒരു വശത്ത് നമ്മളുടെ വിഷമങ്ങൾ ഒരു വശത്ത്. കുടുംബത്തിലോ ഞങ്ങളുടെ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫാമിലി നിന്നാണ്, പക്ഷെ അവിടെ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള സഹായമൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ RTO ആയി അതായി ഇതായി നോക്കുമ്പോൾ നമ്മളെ കുട്ടിയാന്ന് അറിയും.
മനസ്സിലായോ? അത്രേ അപ്പൊ പറയാൻ ആളുണ്ടാവും. പക്ഷെ നമ്മൾക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ റോഡ് സുരക്ഷ ആലോചിക്കേണ്ട, നാട്ടുകാരെ പറ്റി ആലോചിക്കേണ്ട, ഒന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഏറ്റവും ആദ്യം സ്നേഹിക്കേണ്ട ആരെ അറിയോ? അവനവനെയാണ്. സ്വന്തം ശരീരത്തിനെയും സ്വന്തം ആത്മാവിനെയും സ്നേഹിച്ചിട്ട് മാത്രം മതി ഭാര്യനെ, അമ്മനെ, കുട്ടികളെ ഒക്കെ സ്നേഹിക്കാൻ. അപ്പൊ നിങ്ങളുടെ കൈയിനോ കാലിനോ എന്തെങ്കിലും സംഭവിച്ചാൽ, നിങ്ങളൊന്ന് വീണുപോയാൽ, നിങ്ങളൊന്ന് കടന്നു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാ. പല അനുഭവങ്ങളും നമ്മളെ നെട്ടിക്കാറുണ്ട്. നമ്മൾക്ക് മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. മനസ്സിലായോ? രണ്ടാമതൊന്ന് ആലോചിക്കണം എന്ന് തോന്നുന്ന അവസ്ഥകൾ. അതേമാതിരി ഞങ്ങളുടെ പാലക്കാട് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ അച്ഛനും ഞാനും സുഹൃത്തായിരുന്നു. അത് അയാൾക്കറിയില്ല. അയാളുടെ മരണമാണ് ഞാനൊരു വീട് വെക്കാൻ കാരണം മരിച്ചു കഴിഞ്ഞിട്ട് ഇയാളുടെ വീട് അച്ഛന്റെ സ്ഥലത്തായിരുന്നു. പെങ്ങന്മാരും എല്ലാവരും കൂടി അതങ്ങ് അടിച്ചെടുത്തു ആ വീട്. മനസ്സിലായോ? ഈ കുട്ടികളുടെ വീട് വരെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് എനിക്ക് വീടില്ല. ഞാൻ വിചാരിച്ചു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുട്ടികളെ എങ്ങനെ താമസിക്കും. ഞാൻ ആ സമയത്താണ് പെട്ടെന്ന് വീട് വെച്ചത്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മൾക്ക് എപ്പോഴാണ് എന്ത് വരികയെന്ന് അറിയാതെ, മുൻകൂട്ടി ചിന്തിക്കാതെ, ശ്രദ്ധിക്കാതെ ജീവിതം സുഖമായി അടിച്ചു പൊളിച്ച് കയ്യോ കാലോ പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിൽ ഒന്ന് തൂങ്ങിച്ചാകണം എന്ന് വിചാരിച്ചാൽ ഒരു സ്റ്റൂൾമ കയറിയിട്ട് ഒരു കയറിടാൻ പോലും പറ്റാതെ കിടക്കുക. 2 കാലും പോയിട്ടുണ്ടാവും. പറ്റുമോ? 2 കാലും പോയിട്ട് ഒരു കിടക്കയിൽ വീണ് കഴിഞ്ഞാൽ, നട്ടെല്ല് തകർന്നൊരു കിടക്കയിൽ വീണ് കഴിഞ്ഞാൽ ഈ ജീവിതം അവസാനിക്കണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റുമോ? പറ്റില്ല. അത്രമാത്രം മാരകമാണ് അപകടങ്ങളുടെ കോൺസിക്വൻസ്. അതിന് ഏറ്റവും കൂടുതൽ ബലിയാടാകുന്നത് ടാക്സി ഡ്രൈവർമാരാണ്. കാരണം അവർ പാവങ്ങളാണ്, അവർക്ക് ഗതികെട്ട ജോലിയാണ്, പ്രശ്നങ്ങളുണ്ട്, അടവടച്ചിട്ടുണ്ടാവില്ല, വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, മക്കളുടെ പഠിത്തത്തിന്റെ പ്രശ്നം ഉണ്ടാവും, ഭാര്യയുടെ അസുഖത്തിന്റെ പ്രശ്നം ഉണ്ടാവും, അമ്മയുടെ അസുഖത്തിന്റെ പ്രശ്നം ഉണ്ടാവും, ലോൺ അടക്കം ഉണ്ടാവും. ഇതൊക്കെ ശരിയല്ലേ ഞാൻ പറയുന്നത്? ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈസൻസ് എടുത്താൽ അതിൽ 250 രൂപക്ക് മോതിരം പണയം വെച്ച കടലാസ് കാണാറുണ്ട്. മഞ്ഞ കടലാസ് ചെറിയത് ഉണ്ടാവാറില്ലേ? ഇപ്പോഴല്ല പറയുന്നത്, ഞാനൊരു 10 വർഷം മുമ്പ് ചെക്ക് ചെയ്യാറുള്ളൂ. ഇപ്പൊ എനിക്ക് ചെക്ക് ചെയ്യാറൊന്നുമില്ല. കാരണം RTO അതൊക്കെ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ പുതിയ പിള്ളേർ ചെയ്താൽ മതി, അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. മനസ്സിലായോ? നമ്മൾ എടുത്തതിന്റെ ഗുണം എന്നും കാണും ഓരോ സ്ഥലത്ത്. പറക്കുട്ടിക്കാവ് വളവ് കാണുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട്. മയിൽവാനത്തിലോ ഡ്രൈവർ അവിടെ റോങ് സൈഡിൽ ഓവർടേക്ക് ചെയ്ത് കയറി അവൻ്റെ ലൈസൻസ് അങ്ങ് ക്യാൻസൽ ചെയ്യിച്ചു. ഞാൻ അവൻ എന്തെല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട് അറിയാം എന്നേറ്റും. അന്ന് മയിൽവാഹനം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു കമ്പനിയാണ്. അയലിലെ തൊഴിലാളിയുടെ ലൈസൻസ് കൃത്യമായിട്ട് ക്യാൻസൽ ചെയ്ത് അത് അവസാനം അപ്പീലിൽ പോയി 2 വർഷമായി, പിന്നെ 1 വർഷം ഹൈക്കോടതിയിൽ നിന്നൊക്കെ 1 വർഷമാക്കി കുറച്ച് വന്നു. ആ പറക്കുട്ടിക്കാവിലെ ആദ്യത്തെ വളവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നല്ല കൊടും വളവായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് എന്താ സ്ഥിതി? മാരകമായ അപകടം സംഭവിക്കും. അപ്പോൾ അപകടം സംഭവിക്കുമെങ്കിൽ, അപകടം ഉണ്ടാക്കുമെങ്കിൽ അതിന് കാരണക്കാരനായ ഡ്രൈവർക്കെതിരെ എപ്പോഴും എൻ്റെ കണ്ണുണ്ടായിരുന്നു. അവൻ്റെ പുറകെ ഞാൻ ഉണ്ടായിരുന്നു. അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. 2-3 പ്രാവശ്യം കണ്ട് അവനെ ഞാൻ ശരിക്കും പിടിക്കും ചെയ്യായിരുന്നു. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ, ഒരു തരത്തിലുള്ള ബലപ്രയോഗമോ, ഈവൻ വധഭീഷണിയോ ഒന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല. എന്നിട്ട് ഞാനൊട്ടും മരിച്ചിട്ടുമില്ല. പലരുടെയും പേടി കണ്ട് കഴിഞ്ഞാൽ അങ്ങ് ചാവുന്നു. അവരെ കൊല്ലണ നേരം കൊണ്ട് എന്തെല്ലാം പണി ഉണ്ടാവും നാട്ടുകാർക്ക് ഇതൊന്നുമല്ല പണി. അപ്പോൾ ആരും കൊല്ലാനും പോകുന്നില്ല, ആരൊന്നും ചെയ്യാൻ പറ്റില്ല. പണി എടുക്കുകയാണെങ്കിൽ ആർക്കും ഒരു റിസ്ക്കും ഇല്ല. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള താല്പര്യം, നിങ്ങൾ തൊഴിലാളികളാണ്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗ്ഗമാണ്. നിങ്ങളുടെ നന്മയിലൂടെ മാത്രമേ ഈ രാജ്യം വളരുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു പണക്കാരനോ അല്ലെങ്കിൽ ഒരു ലെവലിൽ നിൽക്കുന്നോ വളർന്നുകൊണ്ട് ഇന്ത്യ വളർന്നു എന്ന് പറയില്ല. ഇവിടെ ഏകദേശം ഒരു 30-40% വളരെ കഷ്ടപ്പെടുന്ന അടിസ്ഥാന വർഗ്ഗമുണ്ട്. തൊഴിലാളികൾ, ഓർഗനൈസ്ഡ് അല്ലാത്ത, സ്ഥിര വരുമാനം ഇല്ലാത്ത ആൾക്കാർ. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രശ്നമുള്ള ഒരു വിഭാഗം ഡ്രൈവർമാരാണ്. ആ ഡ്രൈവർക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം നശിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അവൻ്റെ കുട്ടികളുടെ പഠിത്തം നിന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പകരം പിന്നെ പിന്നോട്ടാ പോവുക. ഒരു കുട്ടി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു മാഷോ അല്ലെങ്കിൽ ഒരു നല്ല നിലയിൽ എത്തേണ്ട ഒരു കുട്ടി അച്ഛൻ്റെ മരണത്തോടുകൂടി അല്ലെങ്കിൽ അപകടത്തോടു കൂടിയിട്ട് അവൻ്റെ പഠിത്തം നിർത്തിയിട്ട് റോഡിലേക്ക് ഇറങ്ങി കൂലിപ്പണിക്ക് പോകുന്നു. പോകേണ്ടി വരൂലേ? നിങ്ങളെ കൂട്ടത്തിൽ എത്ര കുട്ടികളുണ്ട് വണ്ടി കഴുകാൻ വരുന്നത്? അത് പണ്ട് മരിച്ചതോ അല്ലെങ്കിൽ കഷ്ടപ്പാടുന്നോ ടാക്സി ഡ്രൈവറുടെ മകനാ. ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന കുട്ടികളെയൊക്കെ നോക്കിയാൽ തൊഴിലാളികളുടെ മക്കളാ, അല്ലാതെ പണക്കാരുടെ മക്കളല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട്ടിന്റെ വളർച്ചനെ അത് തകർക്കും. അതേസമയം ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു RTO അല്ലെങ്കിൽ ഒരു കലക്ടർ അല്ലെങ്കിൽ ഒരു പണക്കാരൻ മരിച്ചു പോയാൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അവൻ്റെ ഭാര്യ സുഖമായി വേറെ കല്യാണം കഴിക്കും. ആ ഭാര്യ മരിച്ചു വെച്ചാൽ ഭർത്താവ് സുഖമായി കല്യാണം കഴിക്കും. അവന് കാല് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ട്രെച്ച് പിടിച്ചു കൊടുക്കാൻ ആളുണ്ടാവും. ഫോൺ ഇവിടെ വെച്ചിട്ട് അവൻ കോടിയുടെ ബിസിനസ് ചെയ്യും. ആശുപത്രി അവന് ലേക്ക് ഷോറിൽ കൊണ്ടുപോയി ചികിത്സിക്കും, അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കും. ഒന്നും സംഭവിക്കില്ല. അച്ഛാ, നിങ്ങളുടെ അപകടം എന്ന് പറഞ്ഞാൽ വെരി സീരിയസ് ആണ്. നിങ്ങൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, സമൂഹത്തിന്. അതാണ് ഫസ്റ്റ്. അതേപോലെ തന്നെ നിങ്ങളെ കൂടെ കയറുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഓട്ടോറിക്ഷ കയറിയത് ആരാ? സാധാരണക്കാരൻ്റെ മക്കളാ. അതേപോലെ ടാക്സിയിൽ കയറുന്ന ആരാ? സാധാരണക്കാരൻ്റെ മക്കളാ. ബസ്സിൽ കയറുന്ന ആരാ? സാധാരണക്കാരൻ്റെ മക്കളാ. ബസ്സിലെ പണിക്കാര് കുട്ടികളെ കയറ്റൂല, കുട്ടികളോട് മോശമായി പെരുമാറും. അതിലേതെങ്കിലും പണക്കാരൻ്റെ മക്കളുണ്ടോ?
നിങ്ങൾ നോക്കുക, അതിലേതെങ്കിലും വലിയ ഉദ്യോഗസ്ഥന്റെ മക്കളുണ്ടോ? ഇല്ല. അവർക്ക് വലിയ സ്കൂളാ, ആ സ്കൂളിലൊക്കെ തന്നെയും സ്കൂൾ ബസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ബോർഡിങ്ങിലാ, ഊട്ടിയിലാ. മനസ്സിലായോ? നിങ്ങളൊരു കൺസെഷൻ കൊടുക്കൂല എന്ന് പറയുന്നത് ആരോടാ അറിയോ? നിങ്ങളുടെ സഹോദരന്റെ മക്കളോടാ, വേറൊരു ബസ്സിലെ പണിക്കാരന്റെ മക്കളോടാ, അല്ലെങ്കിൽ വേറൊരു ഓട്ടോറിക്ഷയിലെ പണിക്കാരന്റെ മക്കളോടാ, അല്ലെങ്കിൽ ഒരു തെങ്ങി എത്താൻ പോകുന്നവന്റെ മക്കളോടാ. അപ്പൊ തൊഴിലാളികൾ ഉപദ്രവിക്കുന്നത് തൊഴിലാളികളെ മക്കളെ, അല്ലാതെ അതിന്റെ മുകളിലുള്ള ഒരാളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക, വർഗബോധം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവനവന്റെ നിലവാരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ നന്മ ആദ്യത്തെ ലക്ഷ്യമായിരിക്കണം. അപ്പൊ മറ്റുള്ളവരുടെ നേട്ടത്തിലൂടെ അല്ലാതെ ഒരു സമൂഹം നന്നാവില്ല. അപ്പൊ നിങ്ങളെ ട്രെയിനിങ്ങിന് വിളിച്ചത് നിങ്ങളോട് വിരോധം ഉണ്ടായതുകൊണ്ടല്ല, നിങ്ങളെ ഡ്രൈവിംഗ് മോശമായതുകൊണ്ടല്ല, നിങ്ങളെക്കാൾ മറ്റുള്ളവർ നന്നായതുകൊണ്ടല്ല. പകരം നിങ്ങളെ ഡ്രൈവിംഗ് വളരെ കൂടുതൽ സമയമുണ്ട്. നിങ്ങൾ റോഡിലെ അപകടത്തിന്റെ മുമ്പിൽ കുറേ അധികം സമയം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് മാരകമാണ്. നിങ്ങൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പ്രയാസമാണ്. നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ കുറവാണ്. അപ്പം നിങ്ങളെ കാൽക്കിലേക്ക് നോക്കി, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, എനിക്ക് ഈ ചോറാണ്, ഈ ചോറ് നമ്മൾ നടത്തി പോകണം എന്ന വിചാരമായിട്ട് പോയിട്ടില്ല എങ്കിൽ കാര്യം കൈവിട്ടു പോവും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പലരും എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ പിതാവ് പലരോടും പറയായിരുന്നു, നിങ്ങൾ നജീബിനെ വിശ്വസിച്ച് നടക്കണ്ടെന്ന്. കാരണം അവർ കളിച്ച് നടക്കുന്നത് കണ്ട് ഞാൻ കളിച്ച് നടക്കും, കുട്ടികളും കളിച്ച് നടക്കും. പക്ഷെ ഞാൻ രാത്രിയിൽ ഇരുന്ന് പഠിക്കും, ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് ഫാദറിന് അറിയാമായിരുന്നു, ഇവൻ മറ്റുള്ള കുട്ടികളെ നശിപ്പിക്കുന്നു. അപ്പോൾ എന്നോടും പറയുമായിരുന്നു, നാട്ടുകാരോടും പറയായിരുന്നു, അവനെ വിശ്വസിച്ചുകൊണ്ട് കളിച്ച് നടക്കണ്ട, അവൻ ക്ലാസ് പോകാതെ കളിച്ച് നടക്കും, പക്ഷെ അവൻ ഫസ്റ്റായിട്ട് പാസ്സാവും, ബാക്കിയുള്ള കുട്ടികളുടെ ലൈഫ് പോയി പോകുന്നു. അത് ചെറിയ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴത്തെ കഥയാണ്. നമ്മൾ മറ്റാരും ഡിപ്പെൻഡ് ചെയ്ത് പോകണ്ട. ആരെങ്കിലും പറയും അവരുടെ ക്ലാസ് ഒന്നും വേണ്ട, RTO പറഞ്ഞൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് നല്ല എക്സ്പെർട്ടുകളായ കുട്ടികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. ആ പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്, അറിയുന്നത് വരെ. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് ഡ്രൈവിംഗ് ഈസിയാണ്, നന്നായിട്ട് ഓടിക്കാൻ പറ്റും, നമ്മൾ ഓടിച്ച് തെറ്റൊന്നുമില്ല, നമ്മളെടുത്ത് തെറ്റ് പറ്റിയാൽ കുഴപ്പമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നേ വരെ ഒരു പരീക്ഷ ഞാൻ തോറ്റിട്ടില്ല. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അതിന് സമ്മതിക്കൂല. ഞാൻ എപ്പോഴും തോൽക്കുന്നൊരു സ്ഥലമുണ്ട്, എന്നും എപ്പോഴും എന്നും മരണം വരെ തോൽക്കുന്നൊരു സ്ഥലമുണ്ട്, ഡ്രൈവിങ്ങിൽ ജയിക്കുന്നത് തോൽക്കുന്നവനാ. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഡ്രൈവിങ്ങിൽ ഒറ്റ ഒരുത്തനെ ജയിക്കുള്ളൂ, അത് തോൽക്കുന്നവനാ. കാരണം തോൽക്കാരൻ എന്താ അറിയോ? അവൻ ഫ്ലാഷായിട്ട് കയറി വരുന്നു, ഞാൻ തോറ്റു കൊടുക്കുന്നു. അവൻ ഫസ്റ്റിൽ എടുക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അവനെ വിട്ടുകൊടുക്കുന്നു. ഇവിടെയൊക്കെ ഞാനാ ജയിക്കുന്നത്. പക്ഷെ ഈ റാഷായിട്ട് കയറി വരുന്നവന് ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് നശിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഒരു സംഘടന ഉണ്ട്, അതിൻ്റെ ഒരു നേതാവുണ്ട്. ആ നേതാവിനൊരു സെക്രട്ടറി ഉണ്ട്, പാച്ചുവും ഗോപാലൻ എന്നൊക്കെ പറയുന്ന മാതിരി. ഈ കുട്ടി ഒരു ദിവസം അവരുടെ പിന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ കാറിൽ പോരുമ്പോൾ ഒരു മെലിഞ്ഞ റോഡിന്, ഒരു നേരോ റോഡിന് അവൻ എങ്ങനെ കൊണ്ടുപോവുക. അപ്പം മറുവശത്തു നിന്നൊരു വണ്ടി വന്നു. തമ്പുരാൻമുക്ക് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. വലിയ വലിയ ആൾക്കാരാണ് താമസിക്കുന്നത്, പക്ഷെ നേരോ റോഡാണ്. ആ ചെറിയ റോഡിൽ വരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു വണ്ടി വന്നപ്പോൾ എൻ്റെ ഡ്രൈവർ പെട്ടെന്ന് റോങ് സൈഡിലേക്ക് പിടിച്ചു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശരിക്കും എന്താ ചെയ്യുക? എന്നെപ്പോലെ പൊട്ടന്മാരൊക്കെ എന്താ ചെയ്യുക? ലെഫ്റ്റ് നല്ലോണം ഒതുക്കി കൊടുക്കൂല്ലേ? ഈ ഡ്രൈവർ നേരെ റൈറ്റിലേക്ക് പിടിച്ചു വണ്ടി. ഞാൻ നെട്ടിപ്പോയി സത്യത്തിൽ. അത് കഴിഞ്ഞ് ആ ഡ്രൈവർ പേടിച്ച് കാനയിലൊക്കെ വീണ് ഒരു മതിലിനൊക്കെ ഉരಸಿ ഇവൻ ഇതിലൂടെ കയറി പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും വേർത്തു പോയി. അത് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, സുഹൃത്തെ എന്തിനാ അത് ചെയ്തതെന്ന്. സാറേ അതൊരു ടെക്നിക്കാണ്, നിങ്ങളെ തിയറിയിലൊന്നും കാണൂല എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അത് നമ്മൾ ആശാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. എന്തേന്ന് ചോദിച്ചു. നമ്മൾ വീതി കുറഞ്ഞ റോഡിന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സുഗമമായി കടന്നു പോരാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ അവനൊന്ന് പേടിപ്പിക്കാം. അപ്പോൾ അവൻ പേടിച്ചിട്ട് മാക്സിമം സൈഡാകുമ്പോൾ നമ്മൾ സുഖമായിട്ടാണ് പോരാന്ന്. നല്ല ഐഡിയ അല്ലേ? പക്ഷെ ഒരു സംശയം ഞാൻ ചോദിച്ചു അവനോട്, നിന്നെ പഠിപ്പിച്ച മാഷന്നെയാണ് അവനെയും പഠിപ്പിച്ചതെങ്കിലോ എന്ന് ചോദിച്ചു ഞാൻ. അങ്ങനെ സംഭവിച്ചൂടെ സുഹൃത്തുക്കളെ? ഇവൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത മാഷന്നെയാണ്, അവനും ഐഡിയ പറഞ്ഞു കൊടുത്തെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ ഇത്തരം ഐഡിയകൾ പറയാൻ രസമാണ്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് വിളിച്ചാൽ നമ്മൾ കളിപ്പിച്ചുകൊണ്ട് നടക്കൂലേ? അതൊക്കെ രസമാണ്. ആരാന്റെ അമ്മയാണ്, നാട്ടുകാർ നശിച്ചോട്ടെ, അവനോട് കള്ളു കുടിക്കാൻ ഉപദേശിക്കുക, അവനോട് പിന്നെ നാട് വിട്ടുപോകാൻ ഉപദേശിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പത്തിൽ ചാടാൻ ഉപദേശിക്കുക. നല്ല രസമാണ് അതൊക്കെ അല്ലേ? അത് ഇങ്ങോട്ടും വരും എന്ന് വിചാരിക്കണം. ഏത് കാര്യം അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് വരും വിചാരിക്കണം. മനസ്സിലായി? നമ്മൾ ശരിയായ നോളേജേ കൊടുക്കാം. ഞാൻ പഠിപ്പിക്കുമ്പോൾ സ്ട്രെയിറ്റ് നോളേജ്, ശരിയായത്. ഇഷ്ടപ്പെട്ടോന്ന് എനിക്കൊരു പ്രശ്നമല്ല. മനസ്സിലായി? ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഞാൻ എത്രയോ തവണ ഒരു സ്ട്രെയിൻ ചെയ്യാറുണ്ട് പലപ്പോഴും. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാറില്ല, ഞാൻ ശരിയേ പറയാറുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ദേഷ്യം വരും, പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ യു ആർ കറക്റ്റ്. അതെന്താ വെച്ചാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അയാൾ പറയും നജീബിനെ വിശ്വസിക്കുക. വേറെ ആ ആദ്യമൊക്കെ എന്നെ ഉപദേശിച്ചവരുണ്ടല്ലോ,
അവർ മുഴുവൻ കള്ളന്മാരാന്ന് പറയും. കാരണം ഇപ്പൊ അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളവും തെറ്റായതും എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയുന്നിട്ട് അവസാനം അയാൾ അത് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഏതൊരു ഓഫീസർ വന്നാലും ആദ്യം ഈ വിഷയം അറിയലുണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മളിൽ നിന്നാണ് അവർ പഠിക്കുക. കുറെ കഴിയുമ്പോൾ കാര്യം പഠിച്ചു കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ ഭയങ്കര മെമ്മറി ഓർമ്മയൊക്കെ ഉള്ള ആൾക്കാരെ IPS ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അവരിത് ഇങ്ങനെ ഓർത്ത് വെക്കും, അന്ന് എന്നെ ഈ മുജീബ് അന്ന് ഇങ്ങനെ ഉപദേശിച്ചിരുന്നല്ലോ. അത് അതിന് ശേഷം നജീബിനോട് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയുള്ള പറഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ നജീബിനെ ചീത്ത പറഞ്ഞല്ലോ, അപ്പൊ മുജീബ് കള്ളനല്ലേ? അത് മനസ്സിലാക്കുക. അത് ആദ്യം മനസ്സിലാക്കിയാൽ ആത്യന്തികമായി നമുക്ക് നിലനിൽക്കുന്നത് സത്യസന്ധമായിട്ടും നേരിട്ടുള്ള വഴിയാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ ഗുരുദേവന്റെ ഒരു പേരിലുള്ള സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. സ്ട്രെയിറ്റ് അല്ലാത്ത ഒരു ഗെയിമും വിജയിക്കൂല. സ്ട്രെയിറ്റ് മാത്രമേ വിജയിക്കൂ. സ്ട്രെയിറ്റ് ആയ ആൾക്കാർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ അതിലേക്ക് പോവാ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല, വളരെ ആൾക്കാരുടെ ജീവൻ, വളരെ ആൾക്കാരുടെ പല ആവശ്യങ്ങളും നടത്തുന്ന. ഞാൻ തൊഴാറുണ്ട് പല ടാക്സി ഡ്രൈവർമാർ. ഞാൻ ഇന്നും കോഴിക്കോടത്തെ ഡ്രൈവർമാരെ തൊഴുകയോടുകൂടി നിൽക്കാറുള്ളൂ. കാരണം ഞാൻ കുട്ടിയുടെ കാലത്ത് ഹെവി ലഗേജും പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ കൈ കാണിക്കും അങ്ങോട്ട് പോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഓപ്പോസിറ്റ് പോകുന്നത്. എന്നിട്ട് പറയാനാണ് തിരിച്ചു വരാൻ. ആ ഓട്ടോറിക്ഷ പോയി ആളിറക്കി തിരിച്ചു വരും അവൻ, എന്നിട്ട് കയറിക്കോളാൻ പറയും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ആ കയറി അവിടെ നിന്നുള്ള വാടക എടുക്കുള്ളൂ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ അവിടുന്ന് വന്നതല്ലേ, അത് സാരലൊട്ടിയെന്ന് പറയും. അത് നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുറച്ച് പ്രായമുള്ള ആൾ, അത് നമുക്കൊരു ഹെൽപ്പാണ്. എൻ്റെ പഠനത്തിൽ ആ കോഴിക്കോട് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കോൺട്രിബ്യൂഷൻ, അത് ഞാൻ എന്താണോ അതിൻ്റെ ഒരു പങ്ക് അവനുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അതേ കാര്യങ്ങളൊക്കെ നമ്മളും തിരിച്ചു ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾ എനിക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് 1 രൂപ ഏതോ ടാക്സി ഡ്രൈവർ ഇരുന്ന് വാങ്ങിപ്പോന്നു. കേട്ടിട്ടില്ല? അതാരാന്ന് അദ്ദേഹത്തിന് അറിയില്ല. യേശുദാസ് പാടാൻ പോകാൻ 25 രൂപ തിരുവനന്തപുരത്ത് ഒരു ടാക്സി ഡ്രൈവർ എന്ന് കടം വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത്. അതാരാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ തൊഴിലിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഒരുപാട് പുണ്യം ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം നിങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം. നിങ്ങളെ ആരോഗ്യം നിലനിർത്തുക, നിങ്ങളെ സന്തോഷം നിലനിർത്തുക, നിങ്ങളെ കുടുംബം നിലനിർത്തുക. ഭാര്യനെയുള്ള ബന്ധം ഏറ്റവും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചെറിയ ഒലച്ചിലുണ്ടായാൽ അയാൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് പണിയെടുക്കാൻ പറ്റില്ല. ഡ്രൈവിങ്ങിനെ ബാധിക്കും അത്. അതേപോലെ തന്നെ മനസ്സിനൊരല്പം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ പണിയെടുക്കാൻ പറ്റില്ല. ആരോഗ്യത്തിന് ചെറുതായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പറ്റില്ല. അപ്പൊ ഇതൊന്നും പറ്റാതെ നോക്കണം. കുടുംബം നന്നായിട്ടിരിക്കണം, ഭാര്യനായിട്ട് നല്ല ബന്ധമായിരിക്കണം, കുട്ടികളെ അടിക്കരുത്. രാവിലെ കുട്ടികളെ അടിച്ചിട്ട് ഡ്രൈവിങ്ങിന് പോന്നാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളെ കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റെയറിംഗ് ഇങ്ങനെ പിടിക്കുമ്പോൾ അവനെ അടിക്കേണ്ടില്ലായിരുന്നു, അവൻ നല്ല വേദനിച്ചിട്ടുണ്ടാവില്ലേ. ഇങ്ങനെ നമ്മളെ മനസ്സിങ്ങനെ ഒരു സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ എവിടെയും പോയി കയറും, ഏതെങ്കിലും ലോറിക്ക് പോയി കയറും. മനസ്സിലായോ? അപ്പൊ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ട ആളാണ് ഡ്രൈവർ. അതുകൂടാതെ ഡ്രൈവിങ്ങിനെ കുറിച്ച് അറിയണം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നീന്തല്, ഡ്രൈവിങ്, ടൈപ്പ് റൈറ്റിംഗ്, സ്വിമ്മിങ്, സൈക്കിൾ ഓടിക്കുന്നത്, ഇതൊക്കെ ഒരേ ഐറ്റത്തിൽ പെട്ടാണ്. നീന്തൽ പഠിക്കാറിന് ആർക്കെങ്കിലും സ്വന്തം പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. സൈക്കിൾ ഓടിക്കാൻ സ്വന്തം പഠിക്കാൻ പറ്റുമോ? പ്രയാസമാണ്, പിടിച്ചെടുത്ത് കുറെ വീഴണം. ടൈപ്പ് റൈറ്റിംഗ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമോ? വായിച്ച് പഠിക്കാനോ കണ്ടു പഠിക്കാനോ പറ്റില്ല, ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ ഡ്രൈവിംഗ്, ഇതിന് ഓണ്ടോജനറ്റിക് ലേണിംഗ് സിസ്റ്റം എന്നാ പറയാം. ഇത് പഠിക്കുമ്പോൾ മാത്രമേ ബുദ്ധി ഉപയോഗിക്കുന്നുള്ളൂ. പഠിച്ച് കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കുള്ളൂ, ഓട്ടോമാറ്റിക്കായി മാറും. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ടോൻ എപ്പോഴും ലെഫ്റ്റ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇടും. റൈറ്റ് ചേർത്ത് പഠിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇടാതെ പഠിച്ചോൻ എത്ര പറഞ്ഞാലും കുറെ കഴിയുമ്പോൾ അങ്ങനെ ഓടിക്കുള്ളൂ. അപ്പൊ നിങ്ങളിൽ പലരും റോങ് ആയിട്ടും പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സെന്റർ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എനിക്കിങ്ങനെ തോന്നും ചിലപ്പോൾ തമാശയായിട്ട്, ഓരോരുത്തരുടെ ജാതിയും പാർട്ടിയൊക്കെ തോന്നും വണ്ടി ഓട്ടി വരുമ്പോൾ. ചിലവർ ഇടതുവശം ചേർന്നേ പോരുള്ളൂ, ചിലവർക്ക് എന്തായാലും വലതുവശമേ പറ്റുള്ളൂ, ചിലവർ ഈ സമദൂര സിദ്ധാന്തമായിരിക്കും. മനസ്സിലായോ? ഒത്ത നടുക്കേ പോവുള്ളൂ. നമുക്ക് വണ്ടി ഓട്ടുമ്പോൾ ഇതൊന്നും ബാധകമല്ല. എല്ലാവരും നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഇടതുവശം ചേർന്ന് സുഖമായി ഓടിക്കണം. ഇങ്ങോട്ട് പോരുന്നാലാണ് അവരുടെ ഇടതുവശം. നല്ലോണം ഇടതുവശം ചേർന്ന് പോയാൽ ഇപ്പോഴത്തെ റോഡുകൾ അധികം. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അത് ഉപനിഷത്തിലൊരു വചനമുണ്ട്, ഈ ഇടിനാഥം പറയുന്നത് പറഞ്ഞിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടാവും. ഈ സുഗതകുമാരി ചേച്ചിയുടെ മറ്റോ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇടിനാഥം പറയുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കോളേജിൽ ഏതോ ഒരു വർഷത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ധും 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 എന്ന് പറഞ്ഞാൽ ഇടിയുടെ ശബ്ദം പറയുന്നത് ഒന്ന് ഈ ദേവന്മാരോട് ദാനം ചെയ്യാനും രാക്ഷസന്മാരോട് ദയ കാണിക്കാനും മനുഷ്യനോട് ദാമ്യത അഥവാ സംയമനം കാണിക്കാനുമാണെന്ന്. അതേപോലെ തന്നെ ഖുർആനിൽ പറയുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ വിനയാന്വിതനായിരിക്കണം. പക്ഷെ എനിക്കൊരു അഭിപ്രായം പറയാലോ, ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല. എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും മോശമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയാലും മോശമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. 3 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ ക്ഷമയോടുകൂടി ഇരുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ പോകുന്ന പോക്ക് കാണണം. മനസ്സിലായോ? ഒരു പടം കാണാൻ 3 മണിക്കൂർ അവൻ ഇരിക്കാം, പക്ഷെ ഇറങ്ങിയിട്ട് കുറച്ച് ക്ഷമയോടുകൂടി പോകാൻ പറ്റില്ല. സ്പീഡ് അസാധ്യമാണ്. നിങ്ങൾക്കും പറ്റൂല, എനിക്കും പറ്റൂല, ആർക്കും പറ്റൂല. മനസ്സിലായോ? ഒരു പുള്ളിപ്പുലിക്ക് 35 km/h പോകാൻ പറ്റും, അതിൽ കൂടുതൽ അതിന് പോകാൻ പറ്റില്ല. എന്തേ സംഭവിച്ചാൽ അത് ചത്തുപോകും. അതിന്റെ ഏട്ടനായിട്ടുള്ള ചീറ്റയ്ക്ക് 125 km പോകാൻ പറ്റും.
നമുക്ക് 5 കിലോമീറ്റർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 5 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ ആ ചുമരിന് പോയാൽ വലിയ പരിക്ക് പറ്റൂല. നിങ്ങൾ 5 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ ആ ചുമരിലേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിക്ക് പറ്റും. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഞങ്ങൾ 4 ആൾ കൂടിയിട്ട് നിങ്ങളെ എറിഞ്ഞ് കാണിച്ചു തരാം, കുറച്ച് വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെ. 5 കിലോമീറ്റർ കൂടുതൽ ആ ചുമരിന് എറിയാൻ നിങ്ങൾ ആരെയും സമ്മതിക്കുമോ? എന്നാൽ 50 കിലോമീറ്ററിൽ നിങ്ങൾ ആക്സിഡന്റ് ആവുന്ന സമയത്ത് 50 കിലോമീറ്ററിൽ കൊണ്ട് അടിക്കുകയാണ് നിങ്ങളെ. ഓർക്കുക, അതൊക്കെ ഇവിടെ പറഞ്ഞു തരും കൃത്യമായിട്ട്. അപ്പൊ അത് കേൾക്കുക. പിന്നെ നിയമങ്ങൾ കുറച്ച് പറഞ്ഞു തരും. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ജനിച്ചത് സുഖമായി ജീവിക്കാനാ. ജീവിതം വളരെ സന്തോഷകരാ. നമ്മളെ ഭാര്യ, കുട്ടികൾ, കൊച്ചു വീടാണെങ്കിൽ അതെങ്കിലും, എന്നിട്ട് ആ കുട്ടികളെ ചെറുതായിട്ട് വളർത്തിയെടുത്ത് ഒരുവിധം മര്യാദക്കാരാക്കി വളർത്തി ഈ നാട്ടിൽ 4 ആൾക്ക് ഉപകാരമുള്ള രൂപത്തിലാക്കിയിട്ട് നമുക്ക് പ്രായമായിട്ട് നമുക്ക് അഭിമാനത്തോടുകൂടി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇദ്ദേഹം ഇപ്പം അതിന് പറ്റിയ പ്രായം, ഇയാളെ പ്രായം ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാടിന് കുറച്ച് ഉപകാരമൊക്കെ ചെയ്ത് നമ്മൾ മരിക്കുമ്പോൾ 2 ആൾക്ക് അയ്യോ നല്ല മനുഷ്യനായിരുന്നു, എന്തായാലും സമയമായിട്ടല്ലേ പോയത് എന്ന്, പോയത് ഭാഗ്യം, അയാളെ ശല്യം തീർന്നു എന്ന് പറയാത്ത രൂപത്തിൽ, അയ്യോ ആ ചങ്ങാതിൻ്റെ 3-4 മക്കളുണ്ട് അവരെഞ്ഞ് സഹിക്കണമല്ലോ എന്നും പറയാത്ത രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളുടെ കുട്ടികൾ നന്നാവണം, നിങ്ങളുടെ കുടുംബം നന്നാവണം. ഭാര്യമാരായിട്ടും ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നല്ല ഡ്രൈവർ ആകാൻ പറ്റില്ല. ഭാര്യമാരോടും കുട്ടികളോടും പരമാവധി അടുത്തിരിക്കണം. ടൗണിൽ നിന്ന് കഴിയുന്നത്ര മാറിപ്പോണം. അതായത് നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ ഉടനെ ടൗണിൽ നിന്ന് മാറിപ്പോണം. ജോലി കഴിഞ്ഞ് ടൗണിൽ നിൽക്കരുത്. ഉച്ചക്ക് കഴിയുന്നതും അടുത്താണെങ്കിൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ഹോട്ടലിൽ കൊടുക്കുന്ന 100 രൂപ അല്ലെങ്കിൽ 75 രൂപയ്ക്ക് കുടുംബത്തിന് മൊത്തം ഭക്ഷണം കഴിക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി നിങ്ങൾ ശ്വസിക്കുന്ന ശുദ്ധവായു അല്ല റോട്ടിൽ. അപ്പോൾ ഒരു 15 മിനിറ്റ് നിങ്ങൾ വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേന് നല്ല ശുദ്ധവായു കുറേ ശ്വസിക്കാൻ പറ്റും. അതേമാതിരി ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും റോഡിൽ നിൽക്കരുത്, നേരെ വീട്ടിൽ പോകണം. മദ്യപാനം ഒഴിവാക്കുക. വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും പാടില്ല. അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പറ്റില്ല. മദ്യപിച്ചാൽ നമ്മളുടെ ഈ നാഡി ഞരമ്പുകളൊക്കെ ഇൻസുലേറ്റ് ചെയ്യപ്പെടും. വൈദ്യുതി പ്രവഹിക്കൂല, കാഴ്ച കിട്ടൂല, തീരുമാനം എടുക്കാൻ പറ്റൂല, ദൂരം അറിയില്ല, സ്പീഡ് അറിയില്ല, ഒന്നും അറിയില്ല. എൻ്റെ ലക്ഷ്യം നല്ലതായിരുന്നു. നിങ്ങളെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പാവങ്ങളാചാരിച്ച് നിങ്ങളെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കൊടുക്കുന്നതല്ല. നിങ്ങളാണ് ഏറ്റവും നീഡിയായിട്ടുള്ള ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ. നിങ്ങളെ ഡ്രൈവിങ് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 50 കുടുംബത്തിന് ഉപകാരപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ ഉപദ്രവമാകാനും പറ്റും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതേസമയം ഒരു മുതലാളിയുടെ വണ്ടി അയാളുടെ കുടുംബം മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ 50 കുടുംബത്തിനൊരു ദിവസം സർവീസ് കൊടുക്കുന്നവരാ. മിനിമം 100 കുടുംബത്തിന് സർവീസ് കൊടുക്കുന്നവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. അതേസമയം മറ്റേ അയാളെ സ്വന്തം കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അയാളെക്കാൾ ഒരു 50 ഇരട്ടി 100 ഇരട്ടി പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും. അത് നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയി ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നല്ല ഡ്രൈവറായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.